ഹലോ ഫ്രണ്ട്സ്, ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വളരെ നല്ല കുറേ ടിപ്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മൾ സോക്സ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിലൊരു ക്ലോത്ത് ലിന്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു നൂലിങ്ങനെ പൊങ്ങിയ മാതിരി അതൊന്ന് മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതേപോലെ നമ്മളൊരു ട്രിമ്മർ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ട്രിമ്മർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യുക. ഈ ഒരു സൈഡ് തട്ടാൻ പാടില്ല കേട്ടോ, ചിലപ്പോൾ കയറിപ്പോവും. അപ്പോൾ അങ്ങനെ തട്ടാതെ നമ്മൾ നേരെ നോക്കിയിട്ട് ഇതൊന്നിങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നല്ല രീതിയിൽ അത് മാറി കിട്ടും കേട്ടോ. അപ്പൊ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിത് കിട്ടും. ആ ഒരു തുണിയുടെ നൂല് പൊങ്ങിയതൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു ക്ലോത്ത് ലിന്റ് ഒക്കെ ഒന്ന് മാറി കിട്ടും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു രണ്ട് സൈഡ് നമ്മൾ നല്ല സ്പീഡിൽ ചെയ്യുമ്പോൾ അത് തട്ടി അത് തുണി കീറാതെ നോക്കുക എന്നുള്ളൊരു കാര്യം നോക്കണം കേട്ടോ. ബാക്കി പിന്നെ നല്ല വൃത്തിയായിട്ട് നമുക്കത് കിട്ടും. അപ്പൊ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മുടെ കത്തിരിയോ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബാഗിൽ വെക്കണം എന്ന് വിചാരിച്ചോളൂ. ഇപ്പം എന്തെങ്കിലും കട്ട് ചെയ്യാനോ അതൊക്കെ ഇതേപോലെ പഴയ ഒരു സോക്സ് എടുത്താൽ മതി. ഈ ഒരു പഴയ ഒരു സോക്സിനകത്ത് ഇതൊന്നും ഇങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ അത് അവിടെ ഇരിക്കും. നല്ല എവിടെയും ഒന്നും നമ്മുടെ കട്ടാവാതെ അങ്ങനെ പഴയ ഒരു സോക്സ് എടുത്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല വൃത്തിയായിട്ടിരിക്കും. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിലും അതെ, ഇപ്പോൾ ഈ ഒരു സൈഡിലും അതെ, വേണമെന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന മാത്രമല്ല, അത് എവിടെയും നമ്മുടെ കൈ മുറിയേ അല്ലെങ്കിൽ എവിടെയെങ്കിലും ബാഗിൻ്റെ സൈഡിൽ തട്ടിയിട്ട് അവിടെ മുറിയൊന്നും ചെയ്യില്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യം വരുവാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയേ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, അടുത്ത ടിപ്സ് അല്ല, പക്ഷേ ഇങ്ങനെ ഒരു കാര്യം, ഈ ട്രിമ്മർ ഇങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് എന്താണെങ്കിലും നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ, ഇതിൽ ഒരുപാട് രീതിയിലുള്ള ബ്ലേഡ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതൊരു ഫേഷ്യൽ ട്രിമ്മറായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ത്രെഡ് ചെയ്യാനാണെങ്കിലും ഫേഷ്യൽ ട്രിം ചെയ്യാനായിട്ടാണെങ്കിലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തേക്കൊന്ന് നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. ഇതിൻ്റെ ഇപ്പോൾ റിവ്യൂ അല്ല കേട്ടോ ഞാൻ പറയുന്നത്, ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് ഒത്തിരി കാലങ്ങൾ നിൽക്കും കേട്ടോ. ഇതിപ്പോൾ മുന്നേ എൻ്റെ അടുത്തുണ്ടായിരുന്ന വീറ്റിൻ്റെയാണ്. ഇതിപ്പോൾ നോവ എന്ന് പറഞ്ഞിട്ട് വേറൊരു കമ്പനിയാണ്. ഇപ്പം ഞാൻ ഇതിനെയൊന്നും പ്രൊമോട്ട് ചെയ്യല്ല, പക്ഷേ ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. ഈ രീതിയിലുള്ള ട്രിമ്മറൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ നല്ലതായിട്ട് തന്നെ നമുക്ക് ആ ഒരു എപ്പോഴും പാർലറിൽ പോവാതെ നമുക്ക് ഫേഷ്യലൊക്കെ ട്രിം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ഹുഡിയൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് മടക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ ഈ ഒരു ഭാഗമല്ലേ, ഈ ഹുഡിയുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങോട്ടൊക്കെ ആദ്യം മടക്കി വെക്കുക. അതിനുശേഷം ഇതിൻ്റെ ലേസ് ഇല്ലേ, ഈ ലേസ് പുറത്തോട്ടാക്കിയിട്ട് ഇടാം കേട്ടോ. പിന്നെ നമുക്ക് ഈ രണ്ട് സൈഡും കൈയിൻ്റെ ഭാഗം നമുക്ക് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡും അതെ, ഈ ഒരു രീതിയിൽ നമുക്ക് മടക്കാം. ഇനി നമുക്ക് താഴേന്ന് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. ഫുള്ളായിട്ട് ഇതേപോലെ മടക്കിയിട്ട് വെക്കാം കേട്ടോ. ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലേസ് ഇല്ലേ, ഈ ഒരു ലേസ് വെച്ചിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ കെട്ടി കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട്, ഇതൊക്കെ നമ്മൾ എപ്പോഴും എടുക്കാത്തതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം. അതല്ല എടുക്കുന്നതാണെങ്കിലും ശരി, നമുക്ക് പെട്ടെന്ന് നല്ല എളുപ്പത്തിൽ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ കെട്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഇരിക്കും. ഒത്തിരി സ്പേസ് ഒന്നും പോവില്ല. ഇങ്ങനെ വലിയ ഇതേപോലത്തെ ഇങ്ങനെ സ്വെറ്റർ ടൈപ്പ് ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ ഇങ്ങനെ ഹുഡി മാതിരത്തെ എല്ലാ ടീഷർട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇതേപോലെ മടക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ നമ്മൾ എടുത്തിട്ട് ഇതേപോലെ നമ്മളൊന്ന് തൊലി കളയാനായിട്ട് ഇങ്ങനെ ഒന്ന് നടു കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നടു കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ വെച്ചാൽ മതി. ഈ ഒരു ഭാഗം കൂടെ, ഇതിൻ്റെ ഈ ഒരു സൈഡും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് തൊലി കളയാൻ വെറുതെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട. രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് തിരിച്ച് വെച്ചാൽ മതി. അതിനുശേഷം ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി. രണ്ട് ഭാഗം ഒന്നിങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പോഴേക്കും തന്നെ അതിൻ്റെ തൊലിയെല്ലാം മാറി കിട്ടും കേട്ടോ.
ഇപ്പൊ കണ്ടോ, നല്ല പെട്ടെന്ന് തന്നെ നമുക്കിതാ പിന്നെ ഒന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ അതിങ്ങനെ പോയി കിട്ടും. ജസ്റ്റ് ഒന്ന് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും തന്നെ. പക്ഷെ 2 സൈഡ് കട്ട് ചെയ്യണം കേട്ടോ. ഈ 2 സൈഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വെച്ചിട്ട് അടിക്കുമ്പോഴാണ് അത് പെട്ടെന്ന് പോയി കിട്ടുക. ഇതും നല്ലൊരു ഈസി ആയിട്ട് നമുക്ക് രാവിലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരുപാട് നമ്മൾ കഷ്ടപ്പാടൊന്നും ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു വെളുത്തുള്ളിയുടെ മൊത്തം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തൊലിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഡെയിലി ഞാൻ വരുന്നുണ്ട്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല വിചാരിക്കുന്നു. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.